കഴിഞ്ഞ വെള്ളിയാഴ്ചക്ക് ശേഷം ഈ ആഴ്ചയിൽ എത്ര തവണ നമ്മൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞിട്ടുണ്ട്? അതിൽ ചിലതൊക്കെ ആശ്വാസമരണങ്ങളാണ്. അഥവാ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആശ്വാസം കിട്ടുന്ന മരണങ്ങൾ. വർഷങ്ങളായി രോഗശയ്യയിൽ കിടന്ന് ഏറെ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് അങ്ങനെ ജീവിക്കുന്ന ഒരാള് അങ്ങേയറ്റത്തെ വാർദ്ധക്യത്തിൽ അയാൾ മരണപ്പെട്ടു എന്നറിയുമ്പോൾ വല്ലാത്തൊരാശ്വാസമാണ്. കാരണം അദ്ദേഹം ആ നരകയാതനയിൽ നിന്ന്, അങ്ങനെ നമ്മൾ പറയാം, ദുനിയാവിലെ വേദനകളിൽ നിന്ന് ഒക്കെ അദ്ദേഹത്തിന് ഒരു രക്ഷ കിട്ടിയല്ലോ എന്ന് പറയും. വകം മിൻ സലീമിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ വകം മിൻ സഖീമിൻ ആശ ഹീനം മിനദ് ദഹ്രി. എന്നാൽ ചില ആളുകൾ എത്രയെത്ര ആരോഗ്യമുള്ള ആളുകളാണ് ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് മരണപ്പെടുകയാണ്. വകം മിൻ സഖീമിൻ ആശ ഹീനം മിനദ് ദഹ്രി. വളരെ വലിയ രോഗികൾ വർഷങ്ങളോളം അവരങ്ങനെ ആ രോഗത്തിൽ തന്നെ ജീവിക്കുകയും ചെയ്യുന്നു. ഇത് രണ്ടും മരണമാണ്. ചില മരണങ്ങൾ നമുക്ക് സഹിക്കാൻ കഴിയാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 8 തരം മരണങ്ങളിൽ നിന്ന് കാവലിനെ ചോദിക്കാൻ പഠിപ്പിച്ചു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹദിമി വമിനത് തറദ്ദി വമിനൽ ഗറഖി വൽ ഹറഖി വൽ ഹറം വഅഊദു ബിക മിൻ അൻ യതഹബ്ബതനി അശ്-ശൈത്താനു ഇൻദൽ മൗത്ത് വഅഊദു ബിക അൻ അമൂത ലദീഗൻ വഅഊദു ബിക അൻ അമൂത മുദ്ബിറൻ ഫീ സബീലിക മുദ്ബിറൻ. 8 തരം മരണമാണ്. അല്ലാഹുവേ, കെട്ടിടങ്ങൾ തകർന്നും മലകളിൽ നിന്നും മരങ്ങളിൽ നിന്നും ഉയരങ്ങളിൽ നിന്ന് വീണുള്ള മരണവും, വെള്ളത്തിൽ മുങ്ങിയുള്ള മരണവും, തീ കത്തി ഉള്ള മരണവും, അങ്ങേയറ്റത്തെ വാർദ്ധക്യത്തിൽ കഷ്ടപ്പെട്ട് അങ്ങനെയുള്ള മരണവും, റബ്ബേ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. മരിക്കുന്ന സമയത്ത് ശൈത്താൻ കീഴടക്കി വെച്ചിട്ടുള്ള മരണത്തിൽ നിന്നും, അല്ലാഹുവേ നിന്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടുള്ള ഒരു മരണത്തിൽ നിന്നും, വിഷമേറ്റുകൊണ്ടുള്ള വിഷം തീണ്ടിയുള്ള മരണത്തിൽ നിന്നും കാവലിനെ ചോദിക്കുന്നു. 8 തരം മരണങ്ങളിൽ നിന്ന് കാവലിനെ ചോദിക്കണമെന്ന് പറഞ്ഞു. നമ്മുടെ ജില്ലയിൽ ഇന്നലെ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന ഒരു വയസ്സുകാരൻ വിഷപ്പാമ്പിന്റെ കടിയേറ്റ് മരണപ്പെട്ടു. ആ വാർത്തയാണ് നമ്മളിന്ന് വായിച്ചത്. ഒരു വീട്ടിലെ ഒരു വയസ്സുള്ള കുട്ടി മരണപ്പെടുക എന്ന് പറയുന്നത് ആ കുടുംബത്തിന്റെ വേദന എത്രമാത്രം ഉണ്ടാകുമെന്ന് നമ്മൾ ഓർക്കുക. മക്കയിൽ നിന്ന് ഉംറ കർമ്മം നിർവഹിച്ച് മദീനയിലേക്ക് പോവുകയായിരുന്ന ഒരു കുടുംബം, ആ കുടുംബമടക്കം ആ ബസ്സിലുള്ള ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരും ബസ് കത്തി മരണപ്പെട്ടു. പരസ്പരം തിരിച്ചറിയാൻ പറ്റാത്ത വിധം, മയ്യത്തുകൾ തിരിച്ചറിയാൻ പറ്റാത്ത വിധം കത്തിക്കരിഞ്ഞുപോയി. ആ വാർത്ത നമ്മൾ കേട്ടു. ഇത്തരം വാർത്തകളൊക്കെ സഹോദരങ്ങളെ, നമ്മൾ വെറും കേട്ടുപോകാനല്ല, മറിച്ച് ചില ചിന്തകൾ നമ്മളെ മനസ്സുകളിൽ ഉണ്ടാകണം, ചില ശ്രദ്ധകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മക്കയിൽ നിന്ന് ഉംറ കർമ്മം നിർവഹിച്ച് മദീനയിലേക്ക് പോകുമ്പോൾ ആ കുടുംബം, ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് അതിൽ കൂടുതലും. മദീനയിൽ റൗളയിൽ ചെന്ന് 2 റക്അത്ത് നമസ്കരിക്കണം, അല്ലാഹുവിന്റെ റസൂലിന് സലാം പറയണം, മദീനയിലെ മസ്ജിദുൻ നബവിയിൽ ജമാഅത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുക്കണം. ഈ ചിന്തയോടുകൂടി പുറപ്പെട്ടവർക്ക് അവിടേക്ക് എത്താൻ കഴിഞ്ഞില്ല. ഏതാനും സമയങ്ങൾക്ക് മുമ്പായിട്ട്, കിലോമീറ്ററുകൾക്ക് മുമ്പായിട്ട് അവർ തീഗോളമായി മാറി. അല്ലാഹുവേ, അവരിൽ നിന്ന് ആ ഉംറ നീ കബൂൽ ചെയ്യണമേ, സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ. അത്തരം അപകടങ്ങളിൽ നിന്ന് നമ്മളെ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു കുടുംബം ഒരുമിച്ച് യാത്ര പോകുമ്പോൾ, ഒരു കുടുംബത്തിലെ ആളുകൾ മൊത്തം ഒരു വീട് പൂട്ടിയൊക്കെ പോകുമ്പോൾ, അങ്ങനെയുള്ള യാത്രകൾ ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്. ഒരു കുടുംബത്തിലെ എല്ലാവരും കൂടി ഒരു ടൂറിസ്റ്റ് ബസ് ബുക്ക് ചെയ്ത് എല്ലാവരും കൂടി
10-50 ആളുകൾ ഒരുമിച്ച് ബസ്സിൽ യാത്ര പോകുന്നു, വിനോദയാത്രകൾ പോകുന്നു, മറ്റ് യാത്രകൾ നടത്തുന്നു. അങ്ങനെ വീട് പൂട്ടി എല്ലാവരും കൂടി ഒരുമിച്ച് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എല്ലാ യാത്രകളിലും നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ ആ യാത്രയിലും ശ്രദ്ധിക്കണം. എന്നാൽ അതിലപ്പുറം മറ്റ് ചില കാര്യങ്ങൾ കൂടി അത്തരം യാത്രകളിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി ഇറങ്ങിപ്പോകുമ്പോൾ, മക്കളും മരുമക്കളും പേരക്കുട്ടികളും എല്ലാവരുമായിട്ട് പോകുമ്പോൾ, ഞാൻ ഓതി വെച്ച ആയത്ത് സൂറത്ത് യൂസുഫിലെ 67-ാമത്തെ ആയത്താണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കൾ സുന്ദരന്മാരായിരുന്നു. നല്ല ആകാര വടിവും ശരീരവും ഒക്കെയുള്ള, ആര് കണ്ടാലും ഒന്ന് നോക്കും, ആര് കണ്ടാലും ഒന്ന് മുഖത്തേക്ക് നോക്കുന്ന അത്രയും സുന്ദരന്മാരായ മക്കളായിരുന്നു യാക്കൂബ് നബിന്റെ മക്കള്. അവരിൽ 11 പേർ മിസ്രിലേക്ക്, ഈജിപ്തിലേക്ക് പോവാണ്, ഒരുമിച്ച് യാത്ര പോവാണ്. ആ സമയത്ത് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കളോട് പറഞ്ഞു, യാ ബനിയ, മക്കളെ, ലാ തദ്ഖുലു മിൻ ബാബിൻ വാഹിദിൻ, നിങ്ങൾ ഒരുമിച്ച് ഒരു വാതിലിലൂടെ നിങ്ങൾ അവിടേക്ക് ചെല്ലരുത്. വദ്ഖുലു മിൻ അബ്വാബിൻ മുതഫർരിഖ, നിങ്ങൾ വ്യത്യസ്തമായ വാതിലുകളിലൂടെയാകണം അവിടേക്ക് കടന്നു ചെല്ലേണ്ടത്. ഫമാ ഉഗ്നി അൻകും മിനല്ലാഹി മിൻ ഷൈഇൻ, അല്ലാഹുവിങ്കൽ നിന്നുണ്ടാകുന്ന യാതൊന്നും നിങ്ങളിൽ നിന്ന് തടുക്കാൻ എനിക്കാവില്ല. ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാ, വിധികർത്തൃത്വം അല്ലാഹുവിന് മാത്രമാണ്. അലൈഹി തവക്കൽതു, ഞാൻ അവനിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. വ അലൈഹി ഫൽയതവക്കലിൽ മുതവക്കിലൂൻ, അവന്റെ മേൽ തന്നെയാണ് ഭരമേൽപ്പിക്കുന്നവരൊക്കെയും ഭരമേൽപ്പിക്കേണ്ടത്. അപ്പൊ ഒന്ന് അലൈഹി തവക്കൽതു ഫൽയതവക്കലിൽ മുതവക്കിലൂൻ, അതാണ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങിപ്പോകുമ്പോൾ നമ്മൾ പറയേണ്ടത് ഇത്. ഒരു കുടുംബം ഒരുമിച്ച് യാത്ര പോകുമ്പോൾ എല്ലാവരും ഒരേപോലെ ആവരുത്. കുട്ടികളുണ്ടാകും, ഒരു പാട്ട് പാടും, സന്തോഷിക്കും, ചെറുപ്പക്കാരുണ്ടാകും, എല്ലാവരും ഒരുപോലെ. ഇപ്പൊ കാണുന്ന ഒരു പ്രവണത എന്താന്ന് വെച്ചാൽ, ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ഒരു കുടുംബം എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയ ഒരു കല്യാണ സദസ്സിൽ ഒരു പ്രായമായ ആള് സിനിമാ പാട്ടിട്ടിട്ട് അയാൾ തുള്ളാണ്, ഡാൻസ് കളിക്കുകയാണ്. ആ ഡാൻസ് കണ്ടാൽ ഈ ക്ഷേത്രത്തിൽ അമ്പലപ്പറമ്പിൽ വെളിച്ചപ്പാട് തുള്ളുന്ന മാതിരി അയാൾ തുള്ളണത്. പാട്ട് പാടിയിട്ട് തുള്ളാണ്, ഒരു കാരണവരാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, കുറച്ചൊക്കെ ഒരു ബോധം നമുക്ക് ആവശ്യമാണ്. ഒരു യാത്ര നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ പറയാനുള്ള കാരണം എന്നറിയോ? മഹാനാ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയാണ്, ഇന്നഹു ഖശിയ അലൈഹിമുൽ ഐന, അദ്ദേഹം ആ മക്കൾക്ക് കണ്ണീർ ബാധിക്കുമെന്ന് ഭയപ്പെട്ടു. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വദാലിക അന്നഹും കാനൂ ദവൈ ജമാലി വഹയത്തിൻ ഹസന, അവർ നല്ല സുന്ദരന്മാരും നല്ല ആകാര വടിവുള്ളവരും ആര് കണ്ടാലും ഒക്കെ നോക്കുന്നവരുമാണ്. ഫഖശിയ അലൈഹിം മൻ യുസീബഹുമുൻ നാസു ബിഉയൂനിഹിം, കാരണം എന്തെന്നാൽ അദ്ദേഹം പറയാണ്, ജനങ്ങളുടെ കണ്ണേർ അവർക്ക് ഏൽപ്പിക്കുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു. ഫഇന്നൽ ഐന ഹഖ്കുൻ, കാരണം കണ്ണേർ എന്നത് സത്യമാണ്. തഫ്സീർ ഇബ്നു കസീർ 4-ാം വാള്യത്തിൽ 502-ാം പേജിൽ കാണാത് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തമായ നിർദ്ദേശങ്ങൾ ഈ രംഗത്ത് നൽകി നമുക്ക് കാണാം. ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ പ്രവാചകന്റെ പേരക്കുട്ടികളാണ്. അവർക്ക് വേണ്ടി റസൂലുള്ള പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്ക് കാണാം. എന്താ പ്രാർത്ഥിച്ചത്? ഉഈദുകുമാ ബികലിമാത്തില്ലാഹി തമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. അല്ലാഹുവേ, എന്റെ ഈ 2 പേരക്കുട്ടികളതാ ഞാൻ നിന്നിൽ കാവലിനെ ഏൽപ്പിക്കുകയാണ്. എല്ലാ ശൈത്താന്മാരിൽ നിന്നും, വിഷജന്തുക്കളിൽ നിന്നും, ദുഷ്ട കണ്ണുകളിൽ നിന്നും അല്ലാഹുവേ നിന്റെ പരിപൂർണ വചനങ്ങൾ മുഖേന ഞാനിതാ നിന്നിൽ ശരണം തേടുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു. വമിൻ കുല്ലി ഐനിൻ ലാമ്മ. ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിൽ 2188-ാം നമ്പർ ഹദീസായിട്ട് കാണാം. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ
അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി പറയാണ്, ഖാല അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേറ് എന്നത് സത്യമാണ്. വലൗ കാന ശൈഉൻ സാബഖൽ ഖദ്റ, അല്ലാഹുവിന്റെ ഖദറിനെ, അല്ലാഹുവിന്റെ വിധിയെ മറികടക്കാൻ വല്ല കാര്യത്തിനും കഴിയുമായിരുന്നുവെങ്കിൽ സബഖ്തഹുൽ ഐൻ, കണ്ണേറ് അതിനെ, ആ ഖദറിനെ കടക്കുമായിരുന്നു. അള്ളാഹിന്റെ ഖദറിനെ മുൻകടക്കാൻ ഒന്നിനും കഴിയില്ലല്ലോ. പിന്നെ എന്താണ് ഈ പറഞ്ഞത്? അള്ളാഹുവിന്റെ ഓരോ ഖദറിനും സഹോദരങ്ങളെ ഒരു സബബ് ഉണ്ടാകും, ദുനിയാവില് ഒരു കാരണം ഉണ്ടാകും. അള്ളാഹുവിന്റെ വിധി നമ്മിൽ നടപ്പിലാകാൻ ഒരു കാരണമുണ്ടാകും, ഒരു സബബ് ഉണ്ടാകും. അത് അള്ളാഹു തആല ചില പരീക്ഷണങ്ങളായി വെച്ചിട്ടുണ്ട്. ആ പരീക്ഷണങ്ങളായി വെച്ച ഒരു കാരണമാണ് അൽ ഐൻ. അതല്ലാതെ അള്ളാഹിന്റെ ഖദറിനെ അത് മുൻകടക്കുന്നല്ല. ഇത് മനസ്സിലാക്കിയെടുത്ത് ചില ആളുകൾക്ക് പറ്റിയ തെറ്റാണിത്. ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇബ്നു മാജയുടെ 2508 നമ്പർ ഹദീസാണ്. ഹദീസിന്റെ നമ്പർ അടക്കം പറഞ്ഞത് പരിശോധിക്കാനാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ പറഞ്ഞു, ഇസ്തഈനു ബില്ലാഹ്, അല്ലാഹുവോട് നിങ്ങൾ കാവലിനെ ചോദിക്കണം. ഫഇന്നൽ ഐന ഹഖ്ഖുൻ, കണ്ണേറ് എന്നത് സത്യമാണ് കേട്ടോ. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു തആല എന്നെ പറയാണ്, ഞങ്ങളോട് റസൂൽ കൽപ്പിക്കുമായിരുന്നു, കണ്ണേറ് ബാധിച്ചാൽ നിങ്ങൾ അതിനെ റുഖിയ ചെയ്യണം, പ്രാർത്ഥിക്കണം, മന്ത്രിക്കണം എന്ന് കൽപ്പിക്കുമായിരുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹ, ഈ ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും ചേർന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഖുർആൻ കഴിഞ്ഞാൽ 2ാം സ്ഥാനത്തുള്ള പ്രമാണം. ഇമാം ബുഖാരിയുടെ 5738 ഇമാം മുസ്ലിമിന്റെ 2195 നമ്പർ ഹദീസാണ്. എന്താ ആയിഷ റളിയല്ലാഹു തആല എന്നെ പറഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കണം. അമറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔ അമറ അൻ യുസ്തർഖിയ മിനൽ ഐനി, കണ്ണേറിന് മന്ത്രിക്കണമെന്ന് എന്നോട് റസൂലുള്ളാഹി കൽപ്പിച്ചിരുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്. 3 തരം ആൾക്കാരുണ്ട്. ഒന്ന്, അങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ല, അത് അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അന്ധവിശ്വാസമാണ്, കണ്ണീർ എന്ന് പറഞ്ഞ പരിപാടി ഇല്ല. മറ്റൊരു വിഭാഗം എന്താന്ന് ചോദിച്ചാൽ, അതുണ്ട്, അതിനൊരു വീടാണെങ്കിൽ ആ വീട് നിർമ്മാണം നടക്കണ ആരെയും കണ്ടിട്ട് പിന്നെ കരിയും കണ്ടാ നോക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു കോലം വെക്കുക, ബോർഡ് ചെയ്ത് വെക്കുക. ഒരു നല്ല കൃഷിസ്ഥലമാണെങ്കിൽ കണ്ണീർ തട്ടാതിരിക്കാൻ വേണ്ടി അവിടെ കോലം നാട്ടുക. ദുർമന്ത്രവാദികൾ അടുക്കൽ പോവുക, മന്ത്രവാദം നടത്തുക, ഏലസും ഐക്കലും തകിടൊക്കെ കെട്ടുക. ഇനി എന്തെങ്കിലുമൊക്കെ നൂലുകൾ ഉണ്ടാക്കിയിട്ട് ആ നൂല് വാഹനത്തിന്റെ മേലെ കെട്ടുക. ജോലിക്ക് പോകുമ്പോൾ പിന്നെ അത് തോണിയുടെയും വെള്ളത്തിന്റെ ഒക്കെ മേലെ കെട്ടുക. ഇങ്ങനെ തുടങ്ങിയിട്ട് ആൾക്കാർ ചെയ്യുന്നതാണ് 2ാമത്തെ വിഭാഗം. 1ാമത്തതും തെറ്റാണ്, ഈ പറഞ്ഞ 2ാമത്തതും തെറ്റാ, ചെയ്യാൻ പാടില്ല. ഷിർക്കിലേക്കും കുഫറിലേക്കും വരെ എത്തും. എന്നാൽ 3ാമത്, ഐനിന്റെ കാര്യത്തിൽ 3ാമത്, അത് ഹക്കാണെന്ന് ഖുർആനും സുന്നത്തും പഠിപ്പിച്ചു. അതുകൊണ്ട് എന്ത് ചെയ്യണം? കോലം വക്കലല്ല, ബോർഡ് വക്കലല്ല, എഴുതി തൂക്കലല്ല, മന്ത്രവാദിന്റെ അടുക്കൽ പോകലല്ല. പിന്നെ എന്ത് ചെയ്യണം? അതിന് ഖുർആനിൽ ആയത്തുകളുണ്ട്, ഖുർആനിൽ സൂറത്തുകൾ ഇറങ്ങിയിട്ടുണ്ട്. ആ സൂറത്തുകൾ ഓതണം. അബൂ സഈദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം ഇബ്നു മാജയുടെ 3515 യതഅവദു മിൻ ഐനിൽ ജാൻ സുമ്മ ഐനുൽ ഇൻസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നിന്റെ കണ്ണിൽ നിന്നും, ജിന്നെ നമ്മൾ അങ്ങോട്ട് കാണില്ല, നമ്മൾ അങ്ങോട്ട് കാണാൻ പറ്റൂല. ഖുർആൻ എന്താ പറഞ്ഞത്? സൂറത്ത് അറാഫിൽ, നിങ്ങൾ അവരിങ്ങോട്ട് കാണും, നിങ്ങൾക്ക് അങ്ങോട്ട് കാണാൻ പറ്റൂല. അപ്പൊ ജിന്നിന്റെ കണ്ണിൽ നിന്നും മനുഷ്യന്റെ കണ്ണിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ ചോദിക്കുമായിരുന്നു. കേട്ടോളൂ. അങ്ങനെ ഫലമ്മ നസലത്ത് മുഅവ്വദതാനി, റസൂലുള്ളാഹി പല പ്രാർത്ഥനകൾ കൊണ്ട് രക്ഷ ചോദിച്ചിരുന്നു. അങ്ങനെ മുഅവ്വദതാനി ഇറങ്ങിയപ്പോൾ, അതേതാ മുഅവ്വദതാനി? ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഫലക്കും, അവസാന 2 സൂറത്ത്. ഈ സൂറത്ത് ഇറങ്ങിയപ്പോൾ അഹദഹുമാ, കണ്ണേറിന് പറ്റാതിരിക്കാൻ അതിന് പ്രതിവിധിയായി റസൂലുള്ളാഹി ഈ 2 സൂറത്ത് സ്വീകരിച്ചു. വതറക മാ സിവാ ദാലിക, റസൂൽ പ്രാർത്ഥിച്ചിരുന്ന മറ്റ് പ്രാർത്ഥനകളെ കണ്ട് ഒഴിവാക്കി. ഇനി മറ്റൊരു ഹദീസിൽ കാണാം, അനസ് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഇമാം മുസ്ലിമിന്റെ ഹദീസാണ്. റഖസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫി റുഖിയ മിനൽ ഐൻ, കണ്ണിനെ റുഖിയ ചെയ്യാൻ ഞങ്ങളോട് നിർദ്ദേശിച്ചു. വൽഹും, അതുപോലെ തന്നെ
വൻ നംല, നംല എന്ന് പറഞ്ഞാൽ ഒരു തരം ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു തരം കുരുകളുണ്ട്. ഒരു അത്തരം കുരുക്കൾ ഉണ്ടായിട്ട് വരും ശരീരത്തിൽ പല ഭാഗത്ത് വലുതായിട്ട് ശരീരം മുഴുവൊക്കെ ചില ആൾക്കാർക്ക് ഉണ്ടാവും. അത്തരം കാര്യങ്ങൾ റൊക്കി ചെയ്യാൻ കൽപ്പിച്ചിരുന്നു എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. ഒരിക്കൽ ഉമ്മു സലമ റളിയല്ലാഹു തആല പറയാണ്, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഅ ഫി ബൈതിഹാ ജാരിയതൻ, നബി അവരുടെ വീട്ടിൽ ഒരു ചെറിയ പെൺകുട്ടിയെ കണ്ടു. ഫി വജിഇഹ, അവരെ മുഖത്ത് സഫഅത്തൻ, ഒരു നിറമാറ്റം കണ്ടു, മുഖത്തൊരു നിറമാറ്റം കണ്ടു. ഈ ഹദീസ് മുത്തഫഖുൻ അലൈഹി ആട്ടെ, ഞാൻ വായിക്കുന്ന ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിം ചേർന്ന് റിപ്പോർട്ട് ചെയ്തു. നമ്പർ ഇമാം ബുഖാരിയുടെ 5739 ഇമാം മുസ്ലിമിന്റെ 2197 നമ്പർ ഹദീസാണ്. ഉമ്മു സലമ റളിയല്ലാഹു തആല പറയാണ്, ഒരു പെൺകുട്ടി വീട്ടിൽ വന്നപ്പോൾ, ചെറിയൊരു പെൺകുട്ടിയാ, ആ പെൺകുട്ടിയുടെ മുഖത്തൊരു നിറമാറ്റം കണ്ടു. ഫഖാല, അപ്പോൾ റസൂൽ പറഞ്ഞു, ഇസ്തർഖു, നിങ്ങൾ ആ കുട്ടിക്ക് മന്ത്രിച്ചു കൊടുക്കണം. കാരണം എന്താ പറയുക, ഫഇന്ന ബിഹൻ നദറ, ആ കുട്ടിക്ക് കണ്ണീർ ബാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, റസൂലുള്ളാഹിക്ക് അറിയാൻ പറ്റും, കാരണം വഹയ്യാണ്. നമുക്കത് അറിയാനൊന്നും പറ്റൂല. ഇന്നാക്ക് ഇന്നത് പറ്റിയത് കൊണ്ടാണ്, ഇന്നത് കൊണ്ടാണ് ഇത് ഉണ്ടായതെന്ന് പറയാൻ പറ്റില്ല. സംഗതിയുണ്ട്, അത് ഹക്കാണ്. ഇന്നാക്ക് ഇന്നത്, അത് കണ്ണീർ പറ്റിയതാന്ന് പറയണമെങ്കിൽ വഹി വേണം, റസൂലുള്ളാഹില്ല. എന്നാൽ അത് പറ്റുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതിനെന്ത് ചെയ്യണം? നമുക്കെല്ലാവർക്കും ഉള്ളിലുണ്ട്, ഒരു വീടുണ്ടാക്കുമ്പോൾ, ഒരു കച്ചവട സ്ഥാപനം തുടങ്ങുമ്പോൾ, ഒരു കൃഷിസ്ഥലം വരുമ്പോൾ ഒക്കെ നമുക്ക് അതിന് എന്താ ചെയ്യേണ്ടത്? ഞാൻ ഈ പറഞ്ഞ കോലങ്ങൾ വെക്കലൊന്നുമല്ല, മറിച്ച് റബ്ബിനോട് പ്രാർത്ഥിക്കുക. അതിനാണ് ഇത് ഇറക്കിയത്. അത് ചെയ്യുന്നുണ്ടോ എന്ന പരിശോധനയാണ് അല്ലാഹു തആല നടത്തിക്കൊണ്ടിരിക്കുന്നത്. അസ്മാ ബിൻത് ഹുമൈസ് പറയാണ്, അന്നഹ ഖാലത്ത് യാ റസൂലല്ലാഹ് ഇന്ന ബനി ജഅഫർ തുസീബുഹുൽ ഐൻ. നബിയോട് പറയാണ്, അസ്മാ ബിൻത് പറയാണ്, അബൂ ജഅഫറിന്റെ കുട്ടിയൊക്കെ കണ്ണ് ബാധിച്ചിട്ടുണ്ട്. അപ്പൊ അസതർഖി ലഹും, ഞാൻ അവർക്ക്, റസൂൽ ജീവിച്ചിരിക്കുന്ന കാലത്താട്ടോ, കാരണം റസൂൽ ജീവിച്ചിരിക്കുമ്പോൾ അവരോട് പറഞ്ഞാൽ റസൂൽ അതിന് മറുപടി കൊടുക്കും. റസൂലുള്ളാഹിക്ക് അറിയും അതെന്താന്നുള്ളത്. അള്ളാഹ്ക്ക് റസൂലിന് വഹി ഇറങ്ങും. റസൂൽ പറഞ്ഞു കൊടുത്തു. ഫഖാല നഅം, അതെ, ഈ പറഞ്ഞത് ശരിയാണ്. റസൂലുള്ളാഹിക്ക് പറയാം, നമുക്കത് പറയാൻ പറ്റൂല. ആവാമേ പറയാൻ പറ്റുള്ളൂ, ആണെന്ന് പറയാൻ പറ്റൂല. റസൂലുള്ളാഹിക്ക് അറിയാം. റസൂലുള്ളാഹി പറഞ്ഞു നഅം ഫലൗ കാന ശൈഉൻ യസ്ബിഖുൽ ഖളാഅ സബഖ്തുഹു. വീണ്ടും റസൂൽ പറഞ്ഞു, അല്ലാഹുവിന്റെ ഖളാഇനെ എന്തെങ്കിലും കാര്യം മുങ്കടക്കാണെങ്കിൽ അത് ഐനാകുമായിരുന്നു മുങ്കടക്കുന്നതെന്നാ. പക്ഷെ മുങ്കടക്കൂല. അള്ളാന്റെ തീരുമാനം. ഖളാ ഖദറുകൾ നടക്കണമെങ്കിൽ അത് നടക്കുന്നത്, നമുക്കൊക്കെ ജീവിതത്തിൽ ഉണ്ടായത് പലതും അള്ളാന്റെ ഖളാ ഖദറാണ്, നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. പക്ഷെ ആ ഖളാ ഖദർ നമ്മളിൽ വരണമെങ്കിൽ ഒരു ഭൗതികമായ കാരണം ഉണ്ടാവണം. ചില വിഷയങ്ങൾ അതിൽ ഉണ്ടാകും. അത് പല പരീക്ഷണങ്ങളായി അള്ളാഹ് വെച്ചിട്ടുണ്ട്. ആ പരീക്ഷണങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് സഹോദരങ്ങളെ അല്ലാഹു തആല ഐനിനെയും വെച്ചിട്ടുള്ളത്. അപ്പൊ പ്രമാണങ്ങൾ, 3 കൂട്ടം ആളുകൾ, 3 വിഭാഗം ആളുകളെ ഈ വിഷയത്തിൽ നമുക്ക് കാണാം. നമ്മൾ പ്രമാണങ്ങളുടെ കൂടെ നിൽക്കാം. അതുണ്ട് എന്ന് ഖുർആനാ പറഞ്ഞത്, ആയത്താ പറഞ്ഞത്, ഹദീസുകളിലാണ് നമ്മൾ കണ്ടത്. അതും ഏറ്റവും അസഹായ ഹദീസുകളിലാണ്. അത് വിശ്വസിക്കണം, പ്രമാണമാണ്, വിശ്വസിച്ചേ പറ്റൂ. ശരി, എങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ചെയ്യേണ്ട കാര്യങ്ങളും പറഞ്ഞു. ആ ചെയ്യേണ്ട കാര്യങ്ങൾ അതേ രൂപത്തിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ആ കാര്യങ്ങൾ ചെയ്യാനും പാടില്ല. എല്ലാം അല്ലാഹുവിൽ ഏൽപ്പിക്കുക. നിങ്ങൾ നോക്കി, ഏതൊരു കാര്യം, ഇപ്പം ആയത്തുൽ കുർസി, ആമന റസൂലു, മുഅവ്വദത്തൈനി, കുലാദു ബിറബിന്നാസും കുലാദു ബിറബിൽ ഫലക്കും, ഇതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കി. കുലാദു ബിറബിൽ നാസും കുലാദു ബിറബിൽ ഫലക്കും. കുലാദു ബിറബിൽ ഫലക്കിന്റെ അവസാനത്തെ ആയത്ത് എന്താ? വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. അസൂയ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഷർറ്, അസൂയ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഷർറ്. ഒരു അസൂയയോടുകൂടി നമ്മുടെ ഒരു നിഅമത്തിനെ നോക്കിക്കാണുമ്പോ ആ ഷർറ് അതിന് സംഭവിക്കും. ഖുർആന്റെ നസ്സല്ലേ, ഖുർആന്റെ ആയത്തല്ലേ. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഷർറ്. അതുകൊണ്ടാണ് കുലാദു ബിറബിൽ ഫലക്ക് ഓതാൻ പറഞ്ഞത്. ഒരു യാത്ര പോവുകയാണ്, കുടുംബം എല്ലാവരും കൂടി, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ അങ്ങനത്തെ ഒരു പ്രവണത വർദ്ധിച്ചു വരികയാണ്. മക്കളെല്ലാവരും കൂടി പോവുകയാണ്.
അവ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സാധാരണ പ്രാർത്ഥിക്കുന്ന പോലെ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഒക്കെ പ്രാർത്ഥിച്ചു. വാഹനത്തിൽ കയറി. എന്താ നമ്മൾ പറയാ? ആയത്തിൽ കുറിച്ച് എടുത്തു നോക്കി നിങ്ങൾ. ലാ തഉഖുദുഹു സിനത്തും വലാ നൗം. ഉറങ്ങാത്ത മയക്കമില്ലാത്ത പടച്ചോനെ. എന്താ നമ്മളെ പേടി? ബസ് ഡ്രൈവർ എങ്ങാനും ഉറങ്ങോ? ഡ്രൈവറെ കണ്ണ് മാളിപ്പോകോ? നമ്മൾ ഉറങ്ങിപ്പോകുമല്ലോ. ഉറങ്ങിപ്പോകുമ്പോൾ അപകടം പറ്റിയതെങ്കിൽ ഒന്ന് ചാടി രക്ഷപ്പെടാൻ പോലും കഴിയില്ലല്ലോ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഉഖുദുഹു സിനത്തും വലാ നൗം. കണ്ടോ ആയത്തിൽ കുറിച്ച് അർത്ഥം ഒന്ന് വായിച്ചു നോക്കി നിങ്ങൾ മുഴുവനും. ആമന റസൂലു റബ്ബനാ ലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബലിനാ റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബി. പടച്ചോനെ, സഹിക്കാൻ കഴിയാത്തതൊന്നും തരല്ല പടച്ചോനെ. മാ ലാ ത്വാഖത ലനാ ബി, ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്തതൊന്നും ഞങ്ങൾക്ക് തരല്ല പടച്ചോനെ. ഒരു യാത്രയിൽ വാഹനം കയറിയിട്ട് നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നത്? പടച്ചോനെ, ഇതിന്റെ കൺട്രോള് സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്, നിന്റെ അടുക്കലേക്ക് മടങ്ങി വരേണ്ടവരാണ്. നീയാണ് ഇത് വിധേയമാക്കി തന്നത്, ഇതിനെ ഞങ്ങൾക്ക് പാകപ്പെടുത്തി തന്നത്. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ വഅസാഇസ് സഫർ വകആബത്തിൽ മൻദർ. യാത്രയുടെ ബുദ്ധിമുട്ടും പ്രയാസവും, ദുരന്തങ്ങളുടെ കാഴ്ച, കആബത്തിൽ മൻദർ, ദുരന്തങ്ങൾ കാണേണ്ടി വരിക. പടച്ചോനെ, കാക്ക് പടച്ചോനെ. അൻത സാഹിബ് ഫി സഫർ, നീയാണ് യാത്രയിൽ എന്റെ കൂടെയുള്ളത് റബ്ബേ. ഡ്രൈവർ ഉറങ്ങാം, ബാക്കിയുള്ളവർക്കൊക്കെ അശ്രദ്ധ പറ്റാം. നീയാണ് സാഹിബ്, അൻത സാഹിബ് ഫി സഫർ. നീ വീട്ടിലേക്ക് മടങ്ങി ചെന്നാൽ ചിലപ്പോൾ അതിനേക്കാളും വലിയ അപകടം അവിടെ ഉണ്ടാകാം. വസൂഇൽ മുൻഖലിബി ഫിൽ മാലി വൽ അഹ്ൽ. കുടുംബത്തിലേക്കും വീട്ടിലേക്കൊക്കെ മടങ്ങി വരുമ്പം ഏറ്റവും മോശപ്പെട്ടൊരു മടക്കം. സന്തോഷത്തോടെ ഇറങ്ങി പുറപ്പെട്ടു പോയിട്ട് ആ കൂട്ടത്തിൽ ഒന്ന് രണ്ടാളുകൾക്ക് അപകടം പറ്റി മരിച്ച് അങ്ങനെ മയ്യത്തൊക്കെ ഇത് തിരിച്ചു വരണൊരവസ്ഥ ഉണ്ടാക്കല്ല പടച്ചോനെ. വസൂഇൽ മുൻഖലിബി ഫിൽ മാലി വൽ അഹ്ൽ. എത്ര ചിരിച്ചും കളിച്ചും സന്തോഷത്തിലാണ് പുറപ്പെട്ടു പോയത്, കണ്ണീരോടെ മടങ്ങി വരുന്ന അവസ്ഥ ഉണ്ടാക്കല്ല പടച്ചോനെ. ഈ പ്രാർത്ഥനക്ക് എന്താ? യാത്രയിൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. ഇതൊക്കെ ബോധമുള്ള കുറച്ച് ആൾക്കാർ, നമ്മളൊക്കെ യാത്ര പോകുമ്പോൾ ഈ കുടുംബയാത്രകളൊക്കെ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളൊക്കെ അറിയണം സഹോദരങ്ങളെ, കണ്ണീരിലേക്ക് എത്തുന്ന ഒരവസ്ഥയും നമുക്കുണ്ടായിക്കൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ് ഇഷ്തഖൈത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ വന്നിട്ട് പറയാണ്, എന്താണ് റസൂലെ താങ്കൾക്ക് വല്ലാത്ത ഒരു ക്ഷീണം? താങ്കൾക്ക് എന്തു പറ്റി? ശരീരത്തിന് ഒരു ഉന്മേഷമില്ലല്ലോ, ഒരു ഉന്മേഷക്കുറവുണ്ടല്ലോ, താങ്കൾക്ക് എന്തു പറ്റി? റസൂലുള്ളയോടാണ് ചോദ്യം. ഇമാം മുസ്ലിം ധരിച്ച ഹദീത്താണ്, ശ്രദ്ധിക്കണം. ചോദിക്കുന്നത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാ. എന്തു പറ്റി റസൂലെ? എന്തെങ്കിലും പ്രയാസമുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ, ക്ഷീണമുണ്ടോ, ഒരു ഉന്മേഷക്കുറവുണ്ടോ? ഫഖാല നഅം, അതെ ഉണ്ട് എന്ന് റസൂൽ പറഞ്ഞു. ഈ സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയൊരു റുഖയ്യുണ്ട്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയൊരു പ്രാർത്ഥനയുടെ ഒരു മന്ത്രമുണ്ട്. എന്താണ് ആ മന്ത്രം? ബിസ്മില്ലാഹി അർഖീക മിൻ കുല്ലി ഷൈഇൻ യുഅദീക മിൻ ശർരി കുല്ലി നഫ്സിൻ ഔ ഐനിൻ ഹാസിദിൻ അല്ലാഹു യശ്ഫീക ബിസ്മില്ലാഹി അർഖീക. ജിബ്രീലിന്റെ മന്ത്രമാണിത്. ഇമാം മുസ്ലിമിന്റെ ഹദീസ. നബിക്ക് നടത്തിയ മന്ത്രം ജിബ്രീൽ. എന്താണ്? ബിസ്മില്ലാഹി അർഖീക, അല്ലാഹുവിന്റെ നാമത്തിൽ ഞാനിതാ താങ്കൾക്ക് റുഖിയ ചെയ്യുന്നു, മന്ത്രിക്കുന്നു. മിൻ കുല്ലി ഷൈഇൻ യുഅദീക, താങ്കൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടോ ആ ബുദ്ധിമുട്ടുകളിൽ നിന്നും എല്ലാ ഷർറുകളിൽ നിന്നും താങ്കൾക്ക് രക്ഷ കിട്ടാൻ വേണ്ടി. മിൻ ശർരി കുല്ലി നഫ്സിൻ, താങ്കളുടെ മനസ്സിന്റെ എല്ലാ വിധത്തിലുമുള്ള പ്രയാസങ്ങളിൽ നിന്നും. ഔ ഐനിൻ ഹാസിദിൻ, ഔ ഐനിൻ ഹാസിദിൻ, അസൂയക്കാരന്റെ കണ്ണിന്റെ ബുദ്ധിമുട്ട് താങ്കൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഔ ഐനിൻ ഹാസിദിൻ, അസൂയക്കാരന്റെ കണ്ണേറ്, ആ കണ്ണ് താങ്കൾക്ക് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും അല്ലാഹു യശ്ഫീക്, അല്ലാഹു താങ്കൾക്ക് ശിഫ നൽകട്ടെ. ബിസ്മില്ലാഹി അർഖീക്, അല്ലാഹുവിന്റെ നാമത്തിൽ താങ്കൾക്ക് ഞാൻ റുഖിയ ചെയ്യുന്നു. ഇമാം മുസ്ലിമിന്റെ ഹദീസ്. ജിബ്രീൽ നടത്തിയ റുഖിയാർക്ക്? റസൂലുള്ളാഹിക്ക്, കണ്ണീറിനെതിരിൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്, അപ്പൊ ചില ആൾക്കാർ ചോദിക്കും, ഇതൊക്കെ ചൊല്ലിയിട്ട്, ഇതൊക്കെ ഈ ദിക്റുകളും ദുആകളൊക്കെ ചൊല്ലിയിട്ട് പുറപ്പെട്ടു പോയൊരു കുടുംബം, ഒരു മൗലിയരെ കുടുംബം, ഒരു ആലിമിന്റെ കുടുംബം അപകടത്തിൽ പെട്ടിയില്ല, ഇതൊക്കെ ചൊല്ലിയിട്ട് പോയിട്ട് എന്താണ് ഇതിന്റെ മറുപടി?
എന്താ മനസ്സിലാക്കേണ്ടത്? അള്ളാഹുവിന്റെ ഹിക്മത്ത്, അള്ളാഹുവിന്റെ തീരുമാനം നമുക്കറിയില്ല. അള്ളാഹു ചില ഖൈറുകൾ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടാകും. ഒരു പക്ഷേ ഈ കുടുംബം അവർ ഉംറ കഴിഞ്ഞ് വല്ലിപ്പയും വല്ലിമ്മയും മക്കളും അവരുടെ ഭാര്യമാരും പേരക്കുട്ടികളും എല്ലാവരും അടങ്ങുന്ന ഒരു 10-20 ആളടങ്ങുന്ന കുടുംബം അവർ ഉംറ കർമ്മം നിർവഹിച്ച് അള്ളാഹിനോട് പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് എല്ലാം പൊറുക്കപ്പെട്ട് അവർ തിരിച്ചു പോവുകയാണ്. ആ പോകുന്ന പോക്കിൽ അള്ളാഹു തആല അവരെ ഒരു ഭൗതിക ലോകത്തൊരു തീഗോളം മാത്രമാക്കിയിട്ട് ഷഹീദിന്റെ പദവി നൽകി സ്വർഗത്തിലേക്ക് എത്തിക്കാൻ, ഒരു പക്ഷെ അവർ നാട്ടിലേക്ക് തിരിച്ചെത്തിയാൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ദുരന്തം വരെ കാത്തിരിക്കാം, എന്തെങ്കിലും പ്രയാസങ്ങൾ കാത്തിരിക്കാം, അവർ വീണ്ടും മടങ്ങിപ്പോകുന്ന അവസ്ഥകളുണ്ട്. അള്ളാഹ് തീരുമാനിക്കുക ആ കുടുംബത്തിന് ഹൈറ് കൊടുക്കണമെന്ന്. മരണത്തിന് ശേഷമുള്ള തീജ്വാലകളിൽ നിന്ന് കത്തി കരിഞ്ഞിട്ട് വീണ്ടും ശരീരം പഴയ പടിയാക്കി, വീണ്ടും തീയിലിട്ട് കത്തിക്കരിച്ച് വീണ്ടും പഴയ പടിയാക്കി, കുല്ലമാൻ ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ. ഈ അവസ്ഥ വരാതെ ഒരു തീഗോളമാക്കി മാറ്റി ഷഹീദിന്റെ പദവി നൽകി നേരെ സ്വർഗത്തിലേക്ക് ആ വല്യമ്മയെയും മക്കളെയും കുടുംബത്തെയും അള്ളാഹു കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതല്ലേ അവർക്ക് ഹൈറ്. അപ്പൊ ചൊല്ലി പറഞ്ഞിട്ട് പിന്നെ വരുന്നല്ലോ എന്നതിന്റെ ഉത്തരം അതാണ്. അള്ളാഹുവിന്റെ ഹിക്മത്ത്, അള്ളാഹിന്റെ തീരുമാനം എന്താ നമുക്കറിയില്ല. നമ്മളോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അതുപോലെ നമ്മൾ ചെയ്യുക എന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രമാണങ്ങളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കുടുംബങ്ങൾ ഒരുമിച്ച് നിർബന്ധമായും യാത്ര പോകേണ്ട ചില സ്ഥലങ്ങളുണ്ട്. അതെവിടേക്കാ? ഒരുമിച്ച് നിർബന്ധമായി യാത്ര പോകേണ്ടത് ഇൽമ് അന്വേഷിച്ചുകൊണ്ടാണ്, അറിവ് അന്വേഷിച്ചുകൊണ്ടാണ്. ഈ ഇരിക്കുന്ന നൂറുകണക്കിന് ആളുകൾ 100 കുടുംബങ്ങളിൽ നിന്ന് വന്നവരാ. ഓരോ കുടുംബത്തിലും പ്രശ്നങ്ങളുണ്ട്. നമ്മളെ മനസ്സ് നിറയെ ആവലാദികളും വേവലാദികളുമുണ്ട്. സ്ഥിരമായി കൗൺസിലിങ്ങിന് പോകുന്ന ആൾക്കാരുണ്ട്. ഒരു മനുഷ്യനോട് പറയാൻ പറ്റാത്ത സങ്കടങ്ങൾ ഉള്ളിൽ ഒതുക്കി നടക്കണവരുണ്ട്. അയൽപക്കത്ത് പറയാൻ പറ്റൂല, കൂട്ടുകുടുംബത്തിൽ പറയാൻ പറ്റൂല, സ്വന്തം വീട്ടിലെ കാര്യം എന്തിനാ ഞാൻ എൻ്റെ കണ്ണീര് വേറുള്ളവരോട് പറയണേ എന്ന് ഉള്ളിലൊതുക്കി ജീവിക്കുന്നവരുണ്ട്. എങ്ങനെയാണെങ്കിലും നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഒരു കുടുംബത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ സന്തോഷവും സമാധാനം കിട്ടണം തന്നെയാണ്. അതെങ്ങനെ കിട്ടുക? നമ്മളൊക്കെ ഈമാനുള്ള കുടുംബമാകണം. ഈമാനുള്ള കുടുംബമാണെങ്കിൽ ഒരു പ്രയാസം ഉണ്ടാകൂല. അവിടെ സാമ്പത്തിക പ്രതിസന്ധി ആ കുടുംബത്തെ തകർക്കൂല, രോഗങ്ങൾ ആ കുടുംബത്തെ അലട്ടൂല, എന്ത് പ്രതിസന്ധിയും ആ കുടുംബത്തെ ഒരു പ്രയാസത്തിലേക്ക് എത്തിക്കൂല. കാരണം ആ കുടുംബത്തിന് ഈമാനുണ്ട്. ഈമാൻ അതിനൊക്കെ കൺട്രോൾ ചെയ്യും. ഒരു കുടുംബത്തിന്റെ സങ്കടത്തിന്റെ കാരണം എന്താണോ ആ കാരണങ്ങളെ മുഴുവൻ ഈമാൻ പ്രതിരോധിക്കും. എവിടുന്ന ഈമാൻ ഉണ്ടാകുക? ഈമാൻ എവിടുന്ന ഉണ്ടാകുക? ഈമാനുള്ള മക്കളും ഈമാനുള്ള ഭാര്യയും ഈമാനുള്ള കുടുംബമാകണമെങ്കിൽ എന്ത് വേണം? ഈമാൻ ഇൽമെന്ന് ഉണ്ടാവുക. ഈമാൻ ഇൽമിൽ നിന്നാണ്. എന്താ ഇൽമ്? വിജ്ഞാനം. ആ വേദികളാണ്, വിജ്ഞാനം കിട്ടുന്ന വേദികളാണ് ഇൽമിന്റെ സദസ്സുകൾ. അത് കിട്ടുമ്പോൾ അപൂർവമായിട്ട് കിട്ടുള്ളൂ. കിട്ടുമ്പോൾ പോവുക. ഇൻഷാ അല്ലാഹ് ഇന്ന് TVS ഓഡിറ്റോറിയത്തിൽ അത്തരം ഒരു കുടുംബ സംഗമം നടക്കുന്നുണ്ട്. കുടുംബസമേതം ഇറങ്ങി പുറപ്പെട്ടു പോവുക. അവിടെ ചെന്നിരിക്കുക 1 മണിക്കൂർ സമയം. അവിടെയുള്ള ദുആയിൽ പങ്കെടുക്കുക. പ്രാർത്ഥന നമ്മളെ കുടുംബത്തിന് കിട്ടട്ടെ, നമ്മളെ മക്കൾക്ക് കിട്ടട്ടെ. അവിടുന്ന് കിട്ടുന്ന ഇൽമുകൾ നമ്മളെ കുടുംബത്തിന് ഈമാൻ വർദ്ധിപ്പിക്കട്ടെ. ആവശ്യമുള്ളൊരു സംഗതി ഒരു സ്ഥലത്ത് കിട്ടണ നമ്മൾ ഓടൂലേ? അല്ലേ? പല ആൾക്കാരും ഇപ്പൊ SIR പിന്നാലെ ഓടി 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 എത്ര ഓടി നമ്മൾ പൂരിപ്പിച്ച് വീണ്ടും പൂരിപ്പിച്ച് ആവശ്യമുണ്ട് നമുക്ക് തോന്നിയാണ്. ആൾക്കാർ ചോദിച്ച് അന്വേഷിച്ച് അല്ലേ? പല ആൾക്കാരും മുമ്പേ മരിച്ചുപോയ വാപ്പാനപ്പം ഇതിലാ തെരഞ്ഞത്. ഇപ്പം വാപ്പാനെ ഇതുവരെ ഓർത്തിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ വാപ്പാനെ തെരഞ്ഞ് ഈ 2002 ഇതിലാ പോയത് പലരും അല്ലേ? നമ്മളെ മനസ്സിൽ അതൊക്കെ പോയി. ഇപ്പൊ ആവശ്യം വന്നപ്പം ആവശ്യമുള്ളതിന്റെ പിന്നാലെ നമ്മൾ പോകും. പക്ഷെ നമുക്ക് ആവശ്യം തോന്നിയിട്ടില്ല. ആവശ്യം തോന്നുന്ന ഒരു സമയം വരാനുണ്ട്. അത് നമ്മളെ കുടുംബത്തിൽ നിന്നൊരു പോക്ക് നമുക്കുണ്ട്. അവരാരും നമ്മളെ കൂടെ വരാത്ത, അവരൊക്കെ കണ്ണീരിലായത്തിലൊരു പോക്ക് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതിന് മുമ്പ്
ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഹൃദയത്തിൽ തട്ടണം. അള്ളാഹു അത്തരമൊരു ഹൃദയം നൽകി നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെ ഹൃദയത്തിൽ അള്ളാഹു ഈമാനും തഖ്വയും പ്രദാനം ചെയ്യട്ടെ. നമ്മളെ കുടുംബത്തിന് അള്ളാഹു ഈമാനുള്ള കുടുംബമാക്കി തീർക്കട്ടെ. സ്വാലിഹത്തായ കുടുംബമാക്കി അള്ളാഹു നമ്മളെ കുടുംബത്തെ മാറ്റിത്തരുമാറാവട്ടെ. നമ്മളെ കുടുംബങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു നീക്കിത്തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന്, അത്യാപത്തുകളിൽ നിന്ന് അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ദീന് പഠിക്കാനും അത് പ്രകാരം ജീവിക്കാനും അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അള്ളാഹു മുഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഹ്യാഹും മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ ആതിഖ് റിഖാബനാ മിനൻ നാർ വരിഖാബ ആബാഇനാ വഉമ്മഹാതിനാ വഅസ്വാജിനാ വഇഖ്വാനിനൽ മുസ്ലിമീന അജ്മഈന യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനൽ ഹദ്മി വമിനത് തറദ്ദി വമിനൽ ഗറഖി വൽ ഹറഖി വൽ ഹറം ونعوذ بك أن يتخبطنا الشيطان عند الموت ونعوذ بك أن نموت في سبيلك مدبرا وأعوذ بك أن نموت لذيغا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين.